ഡിയർ ഫ്രണ്ട്സ്, ക്ലിനിക്കലി സ്പീക്കിംഗ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 10th പ്ലസ് 2 പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരുടെ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിനായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുമല്ലോ. അധ്യാപകരിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദം കൂടുതൽ നേരിടുന്നത് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളും തീരെ പഠിക്കാത്തവരുമാണ്. എല്ലാ വിഷയത്തിനും A+ വാങ്ങാനുള്ള സമ്മർദ്ദം നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുമ്പോൾ സ്കൂളിന്റെ 100% വിജയം കൈവിട്ടു പോകാതിരിക്കാനുള്ള സമ്മർദ്ദമാണ് തീരെ പഠിക്കാത്ത കുട്ടികളെ കാത്തിരിക്കുന്നത്. ഒരു അധ്യാപകൻ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ വിദ്യാർത്ഥിയും പഠന നിലവാരം, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, ഓർമ്മശക്തി, വീട്ടിലെ സാഹചര്യങ്ങൾ എന്നിവയിൽ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ ശ്രമിച്ചാലും എല്ലാവർക്കും എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങുക സാധ്യമല്ല. A+കളുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടവരുമില്ല. എല്ലാ വിഷയത്തിനും A+ കിട്ടിയതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിച്ചവരും ഇല്ല. വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങളോടുള്ള ഇഷ്ടവും ഇഷ്ടക്കേടും പലപ്പോഴും അത് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ കഴിവും ആത്മാർത്ഥതയും അർപ്പണബോധവും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലഭ്യമായ സമയത്തിനനുസരിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കി ചിട്ടയായി പഠിക്കാനും പഠിച്ച പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മയിൽ നിലനിർത്താനും ഓരോ തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള രീതികൾ പറഞ്ഞുകൊടുത്തും റിവിഷൻ, സർപ്രൈസ് ടെസ്റ്റ്, ചോദ്യം ചോദിക്കൽ എന്നിവ നടത്തിയും എല്ലാ വിഷയങ്ങൾക്കും A+ എന്നതിന് പകരം കഴിവിന്റെ മികച്ച പ്രകടനം നടത്താൻ പ്രോത്സാഹിപ്പിച്ചും പരീക്ഷ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാതെയും വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും സംയമനവും ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൂടെ പ്രചോദനം നൽകിയും മോഡൽ പരീക്ഷയ്ക്ക് ശേഷം ഉത്തരപേപ്പർ തിരികെ നൽകുമ്പോൾ വിശദമായതും വ്യക്തിപരവുമായ ഫീഡ്ബാക്ക് നൽകിയും ഒരു നല്ല അധ്യാപകന് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മടിക്കാതിരിക്കുക. Thank you.